സ്കൂളുകളിൽ കുട്ടികൾക്ക് പരീക്ഷ നടത്താറുണ്ട്. അതൊരിക്കലും അവരെ തകർക്കാനല്ല, അവരെ വിജയിപ്പിക്കാനാണ്. എത്രത്തോളം പഠിച്ചു, പഠിച്ചതിൽ ഏതൊക്കെ ഓർമ്മയിലുണ്ട് എന്നൊക്കെ പരിശോധിക്കാനാണ് ഈ പരീക്ഷ നടത്തുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഇതുപോലെ ചില പരീക്ഷകളുണ്ടാകും. അതെന്തിനാണ് എന്ന് യാക്കോബ് തൻ്റെ 1-ാമത്തെ ലേഖനത്തിൻ്റെ 2-ാമത്തെ വാക്യം പറയുകയാണ്: എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്നും ആ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിച്ച് അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിനും കുറവില്ലാത്തവരുമാകുകയും ചെയ്യും. വീണ്ടും യാക്കോബ് 1:12 പറയുകയാണ്: പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവർക്ക് ലഭിക്കും. നമ്മുടെ പരീക്ഷകളിൽ നമുക്ക് 4 കാര്യങ്ങൾ കിട്ടും. 1, നമ്മൾ പൂർണ്ണരാവും. 2, എല്ലാം തികഞ്ഞവരാവും. 3, ഒന്നിനും കുറവില്ലാത്തവരാകും. 4, ജീവൻ്റെ കിരീടം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് വിശ്വാസത്തോടെ നമ്മുടെ പരീക്ഷകളെ നമുക്ക് നേരിടാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.